ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത കൂട്ടായ്മയിലേക്ക് ഏവർക്ക് സ്വാഗതം. നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചുവല്ല. വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വചനത്തെ അറിയിക്കുന്ന ദൈവജനത്തെ ഒരുപോലെ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കേണ്ടതിന്, അതിലേക്ക് ആശ്രയിക്കേണ്ടതിന്, അതിലെ ആശ്രയം വെക്കേണ്ടതിന് എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രഭാത കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുക്കൽ ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെ ചുറ്റും നാടെങ്ങും പരന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വായിച്ച വചനം സുപരിചിതമായ വചനമാണ്. യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. നൈൻ പട്ടണത്തിലേക്ക് ഇറങ്ങി യേശു തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്തു വരുമ്പോൾ, അവിടെ പുരുഷാരമൊത്ത് കടന്നു വരുന്ന പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ, പട്ടണത്തിൻ്റെ വാതിലേക്ക് കടക്കുമ്പോൾ യേശുവിനെ എതിരേറ്റത് ഒരു മഞ്ചമാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു വിധവയ്ക്ക് ഏക മകനായിരുന്നു. അവൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. എന്തുകൊണ്ട് മരിച്ചു, എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ വീട്ടിൽ നിന്നും മഞ്ചം ചുമന്ന് അല്ലെങ്കിൽ മരിച്ച ആ ഒരു മകനെ അടക്കുവാനായിട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മഞ്ചത്തെയും അതിന് കൂടെയുള്ളവരെയും, ഒപ്പം തന്നെ തൻ്റെ അമ്മ കരഞ്ഞോണ്ട് നിലവിളിച്ചോണ്ട് വരുന്ന ഒരു കാഴ്ചയും യേശു കണ്ടു. ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, വീട്ടിനകത്തുനിന്ന് ഇറങ്ങിക്കൊണ്ടുവരുന്നത് അതിനകത്തൊരു പൂർണ്ണമായൊരു കാര്യവും നമുക്ക് കാണാം. ഈ കുഞ്ഞു മരിച്ചുപോയി, അല്ലെ ഈ മോൻ മരിച്ചുപോയി, ഈ മോനെ കൊണ്ട് അടക്കുവാൻ തന്നെയാ, ലക്ഷ്യത്തോട് തന്നെയാ പുറപ്പെടുന്നത്. ഇവന് വേണ്ടി ഒരു കുഴി എന്ത് ചെയ്തോ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. നിന്നെ തകർക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്റെ വീഴ്ച കാണുവാൻ, നിന്റെ പരാജയം കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നിന്റെ ജയത്തോടെ പുറത്തു കൊണ്ടിരുവാൻ, നിന്റെ വീട്ടിനകത്ത് ജീവിപ്പിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന, നിന്റെ ജീവനോടെ നൃത്തത്തിലെന്ന് വെല്ലുവിളിക്കുന്ന ചില വാദങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് വിശ്വസിക്കുവാൻ നീ തയ്യാറായ ഇന്ന് പകൽ നിന്റെ വാഗ്ദത്തത്തെ തകർത്ത നിലയിലാണോ, വാഗ്ദത്തം നിലച്ച നിലയിലാണോ, നിശ്ചലമായ നിലയിലാണോ ആത്മാവ് ഇടപെടുന്നു? നിന്റെ വാഗ്ദത്തത്തെ ചലിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇവളുടെ കരച്ചില് യേശു കണ്ടിട്ട്, അവളുടെ കരച്ചിൽ കണ്ടിട്ട് മനസ്സലിഞ്ഞത്. ഇത് ചിലരെ നോക്കി, ചില സഹോദരിമാരെ, അമ്മമാരെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. മക്കളെ ചൊല്ലി നിലവിളിക്കുന്ന, മക്കളെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളെ ദൈവാത്മാ പറയുന്നു, നിന്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ തകർച്ച, നിന്റെ കുഞ്ഞുങ്ങളുടെ പരാജയം കണ്ട് നീ സങ്കടപ്പെടുന്നുണ്ടോ, നിരാശപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയെ ചുമന്നുകൊണ്ട് പോകുന്ന, നിന്റെ തലമുറയെ ആനയിച്ചുകൊണ്ട് പോകുന്ന ചില മഞ്ച ചുമക്കുന്നവരെ പരിശുദ്ധാത്മാവ് മഞ്ച ചുമക്കുന്നവരെ നിർത്താൻ പോകുകയാണ്. മഞ്ചത്തെ യേശു തൊട്ടു. മഞ്ചം ചുമക്കുന്ന ചുമട്ടാളികൾ നിന്നു. മരിച്ചവൻ മഞ്ചത്തിനകത്തിരുന്നു സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അസാധ്യമാണ്, നിന്റെ തലമുറ ഇനി പുറത്തു വരത്തില്ലെന്ന്, ഇതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞ ചില ചരിത്രങ്ങളെ പരിശുദ്ധാത്മാവ് നിർത്തിയിട്ട് പുതിയൊരു ചരിത്രത്തിലേക്ക് തലമുറയെ കൊണ്ടുവരാൻ പോകുകയെന്ന് പറഞ്ഞാൽ
ആമേ പറഞ്ഞു. ചിലരോട് ദൈവാത്മാവ് മാതാക്കളോട് പറയുക, കൈവിട്ടുപോയി എന്ന് പറയുന്ന, കൈവിട്ടുപോയി, ഇനി എൻ്റെ തലമുറയെ തിരിച്ചു കിട്ടുമോ, ഇനി എൻ്റെ തലമുറയിലേക്ക് എനിക്ക് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരോട് ആത്മാവ് ഇടപെടുന്നു. നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് സംസാരിക്കാൻ പോകുക. പഞ്ചത്തെ തൊട്ടതുപോലെ ഇന്നു പകൽ ചിലതിനെ പരിശുദ്ധാത്മാവ് തൊടുന്ന പകല പ്രവചന യേശുവിന്റെ നാമത്തിൽ തലമുറകളെ തൊടുന്ന ഒരു അഭിഷേകം, പുറത്തു കൊണ്ടിരുന്ന ഒരു അഭിഷേകം ഈ ടൈമിനകത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവ് ഈ ടൈമിനകത്ത് തലമുറയെ ചൊല്ലിക്കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന്ന് പകൽ തുടക്കട്ടെ. ഓ കരയണ്ട എന്ന് പറഞ്ഞ് മനസ്സലിഞ്ഞുവെങ്കിൽ ആ തലമുറയത്തെ മാതാപിതാക്കൾക്ക് മാതാവിന് തിരികെ കൊടുത്ത പോലെ ഇത് പകൽ ചിലതിന്റെ തലമുറകളെ മാതാപിതാക്കൾ കരയുന്ന കരച്ചിലിന് നിർത്തലാക്കിയിട്ട് തലമുറയെ മടക്കി കൊടുക്കുന്ന ഒരു ദിനമാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ തലമുറയെ മടക്കി തരാൻ പോകുക. സ്വർഗപിതാവ് ഈ ടൈമിനകത്ത് ദൈവമഹത്വമായി ചലിക്കട്ടെ. അത്ഭുതകരമായി ദൈവമഹത്വം ചലിക്കേണ്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.